നീ എന്തുകൊണ്ട് ജർമ്മൻ പഠിച്ചില്ല? അതെ പറയൂ. പഠിക്കണോ? അത് നീ പഠിക്കണം. നീ എന്തുകൊണ്ട് പഠിച്ചില്ല? ഞാൻ പഠിച്ചു. സൂപ്പർ. നല്ല നാടൻ മാറ്റും കർത്താവിന്റെ അനുഗ്രഹവും. ഇവൻ റെഫർ ചെയ്ത് ഞാൻ കയറി. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെസ്റ്റോറന്റ്. മനു എന്താ പരിപാടി? ഇപ്പൊ നമ്മൾ വെള്ളം റീഫിൽ. മൈക്ക് മൈക്ക് ഇത് പിടി. എത്ര കാലായി ജർമ്മനിയില്? 9 months. വീട് കാണിച്ചു തരാം. അഫ്കോഴ്സ് വീട് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഒന്ന് വെള്ളം നിറച്ചോട്ടെ. ഫിൽട്ടർ. എല്ലാരും ടാപ്പ് വാട്ടർ ഉപയോഗിക്കും, പക്ഷെ എനിക്ക് ടാപ്പ് വാട്ടർ പറ്റത്തില്ല. ഞാൻ ഫിൽട്ടർ വാങ്ങിച്ചു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. പരിഷ്കാരിയല്ല, ഇതാണ് അഡാപ്റ്റീവ്. ഒരു പണിയില്ലാണ്ട് കള്ളൻ 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 ഇതിന്റെ ലാപ്പിലെ അടാ അത് വെച്ച് സംസാരിക്കണം. വീട് കാണിച്ചു. വീട് 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 നമുക്ക് എൻട്രി ഇട്ട് തുടങ്ങാം. ഓക്കെ. എന്റെ എത്ര റെന്റ് റൂമിന്റെ? റൂമിന് 1100. ഞങ്ങക്ക് ഫ്രീ 1100 ആണ് റൂം. നമുക്ക് എൻട്രി ഇട്ട് എൻട്രി ഇട്ട് ഞാൻ ബാക്കിലോട്ടെ. തുടങ്ങിക്കോ. ഹലോ ഗൈസ്, ഇൻട്രോ. എന്റെ പേര് മനു. ഞാൻ അബദ്ധത്തിൽ ഇവന്റെ ഫ്രണ്ടായി പോയി. അതായിരുന്നു ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. ഇവിടെ നിൽക്കുന്നത് കൊറേ കാലത്തെ കഷ്ടപ്പാട്. ഭയങ്കര കൊറേ കഷ്ടപ്പാടിന് ശേഷം ഷെയർഡ് അപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ മാറി എന്റെ സ്വന്തം സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്. വെൽക്കം. ആകെ ചെറിയ ഡോറിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കുഴപ്പമില്ല. അതാണ് ബാത്റൂം. ദിസ് ഈസ് മൈ ബാത്റൂം. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ആറ്റിക് ഉണ്ട്, അതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അത് കഴിഞ്ഞാൽ അവിടെ ഹാങ് ഔട്ട് ചെയ്യാം. അടിപൊളി പ്ലേസ് ആണ് ആറ്റിക്. നാട്ടിലാണെങ്കിൽ മച്ചുംപുറ. ഓ ഇത് കണ്ടില്ല, ഇതെങ്ങനെ തുറക്കും? ആ ഏണി വെച്ച് തുറക്കും അല്ലേ? ആ ഏണി കയറി എടുത്ത് തുറന്നാൽ ഞാൻ അത് കയറി നോക്കിയത്. അടിപൊളി. ആൻഡ് ടു മൈ ഹൗസ്. വെൽക്കം. ഇതാണ് നമ്മുടെ വീട്. അവസാനം കുറെ കഷ്ടപ്പാടിന് ശേഷം കിട്ടിയതാണ്. കണ്ട, കാർപ്പറ്റ് ഉണ്ട്, നമ്മുടെ ബെഡ്. വ്യൂ ഒന്ന് കാണിക്കാവോ? ഓഫ് കോഴ്സ്. നല്ല രസമായി ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കാം അല്ലേ? നല്ല മഴയും പിന്നെ ഒരു കയ്യില് കാപ്പിയും പിടിച്ച് വ്യൂവും കണ്ട് കുടിക്കുക. വ്യൂ ഒന്ന് കാണിക്കാം. ഓക്കെ. നല്ല ഒരു മനുവിന്റെ ഭാഷയിൽ പറഞ്ഞ ആൽക്കഹോളിക് വെതർ. ആൽക്കഹോളിക് വെതർ നല്ലതല്ലേ? എന്റെ ബെഡ് ഇച്ചിരി അലമ്പാണ് എണീറ്റുള്ളതിന്റെ. കുഴപ്പമില്ല. പിന്നെ നമുക്ക് കമ്പാർട്ട്മെന്റ് ഉണ്ട് അടിയില്. കൊള്ളാം. സ്റ്റോറേജ് ഭയങ്കര ആവശ്യം. ഇവര് നന്നായിട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എത്ര കാലടാ ജർമ്മനി വന്നിട്ട്? ഞാനിപ്പോ 9 മാസം, 9 months. വർക്ക് കണ്ടുപിടിച്ചായിരുന്നോ? വർക്ക് കണ്ടുപിടിച്ചു. ഇപ്പൊ ഞാനൊരു ചൈനീസ് റെസ്റ്റോറന്റിൽ ഡിഷ് വാഷറായിട്ട് വർക്ക് ചെയ്യുക. 2 മാസം കഴിഞ്ഞു. എൻ്റെ യൂണിവേഴ്സിറ്റി പരിപാടി 2ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞു. പിന്നെ എൻ്റെ റൂമിലെ ഹൈലൈറ്റ് എൻ്റെ ബാൽക്കണി. ഇതാണ് ബാൽക്കണി മോനെ. ഒരു റിസോർട്ട് വൈബില്ലേ? മോസ്റ്റ്ലി ഇപ്പൊ ജർമ്മൻ ഭാഷ ഇവിടെ വന്നിട്ടാണെങ്കിൽ എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു Airbnb ഫീലാ കിട്ടുന്നത്. കറക്റ്റ് Airbnb ഫീൽ. പക്ഷെ ഇവിടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഹാങ് ഔട്ട് ചെയ്യണം ഇപ്പൊ ഇവിടെ ആക്കിയത് കാരണം. ഇത് അത് സത്യമായിട്ടും ഞാൻ ഇവിടെ ഇല്ലെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ അകത്ത് കയറി കിടക്കുന്നത്. എത്ര കാലമായി ജർമ്മനി വന്നിട്ട്? ഞാനിപ്പോ വന്നിട്ട് 10 മാസമായി. 10 മാസമായി. ഫസ്റ്റ് ജോബ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഫസ്റ്റ് ജോബ് എന്റെ ഫ്രണ്ട് ആമസോണിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ റെഫർ ചെയ്ത് കയറുണ്ടായിരുന്നു. 1 മാസം അവിടെ ഉണ്ടായിരുന്നു. നല്ല പണിയായിരുന്നു. അവിടുന്ന് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഞാൻ ഇറങ്ങി. പിന്നെ ജോലി കുറച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്റെ വേറൊരു ഫ്രണ്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവരൊരു ഏപ്രിലെല്ലായപ്പോഴത്തേക്കും അവൻ എന്നെ റെഫർ ചെയ്ത് കയറ്റി. അവിടെ ഞാൻ ഡിഷ് വാഷറായിട്ടാണ് കയറിയത്.
അവനെ അവിടെ വെച്ച് ഇവനെ റെഫർ ചെയ്ത് ഇവനെ കയറ്റി. അത് ഞാൻ പറയാൻ വരുമായിരുന്നു, ഇവൻ റെഫർ ചെയ്ത് ഞാൻ കയറി. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെസ്റ്റോറന്റിൽ പണി കിട്ടിയത്. ജർമ്മൻ വേണ്ടി വന്നോ? ജർമ്മനിയിൽ ജോബ് കണ്ടുപിടിക്കാനായിട്ട്? ഇല്ല, ജർമ്മൻ ജർമ്മൻ വേണ്ടി ഒന്നുമില്ല. ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നീ എന്തുകൊണ്ട് ജർമ്മൻ പഠിച്ചില്ല? അതെ പറയൂ. പഠിക്കണോ? അത് പഠിക്കണോ? നീ പഠിക്കണം. നീ എന്തുകൊണ്ട് പഠിച്ചില്ല? ഞാൻ പഠിച്ചു. പറഞ്ഞേ. നീ വെൽക്കം ടു അവർ വീഡിയോ എന്നൊന്നും ജർമ്മനിൽ എടാ ഞാൻ പഠിച്ചു എന്ന് പറയുന്നത് ജീവിക്കാനുള്ളത് പഠിച്ചു എന്നാണ്. അതെ, അതിനേക്കാളും നല്ല meine Deutsch ist nicht gut. Nicht gut. Aber meine English oh, thank you. Super, lecker. എനിക്ക് അങ്ങനെയുള്ള കുറെ വേർഡ് വൊക്കാബുലറി പഠിച്ചു ഡ്യുവോലിംഗോയിലും കളിച്ചോണ്ടിരിക്കുകയാണ്. ചെടി കാണിച്ചു കൊടുക്ക്. നമ്മുടെ ഔട്ട് ഹൗസിലെ ചെടി കഞ്ചാവ് ചെടിയല്ല, ഡെസേർട്ട് കാറ്റസ് മിനിയേച്ചർ. ഓർക്കിഡ് എടാ നോർമൽ ലൂക്കാസ് ഒന്നും അല്ലല്ലോ, അഡിഡാസ് ഇല്ലേ? ബ്രാൻഡഡ് സാധനങ്ങളാ വായിക്കുന്നത്. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ജർമ്മനി വന്നിട്ട്? 8 months എക്സ്പീരിയൻസ് എന്താണ്? എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം ആൾക്കാർക്ക്? ആദ്യം നമുക്ക് ഈ കുപ്പി സൈഡാക്കണം, നല്ലായിരിക്കും. ഇവിടെ വന്നിട്ട് എല്ലാ കാര്യവും അതെ വാറ്റും വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു. നല്ല നാടൻ വാറ്റും കർത്താവിന്റെ അനുഗ്രഹവും. അത് ശരിയാ. ഞങ്ങക്ക് ഇവിടെ രൂപക്കൂടൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഞങ്ങക്ക് ഇവിടെ രൂപക്കൂടൊക്കെ ഉണ്ട്. ക്യാമറ തിരിക്കും. നീയാണോ രൂപം? ഞാനല്ല രൂപം, ഉള്ളത് വെച്ചോണം. ഇവിടെ നോക്കി കർത്താവിനെ നോക്കി 2 പെഗ്ഗൊക്കെ അടിച്ചിരിക്കുക. രൂപക്കൂടിന്റെ സൈഡിലാണല്ലോ എല്ലാ കേരളീയ ക്രിസ്ത്യാനികൾ ഇരുന്ന് ലിവിംഗ് റൂമിൽ ഇരുന്ന് വെള്ളമടിക്കണത്. എന്തൊക്കെ ഒരാൾക്ക് ഇവിടെ വരുമ്പോ എക്സ്പെക്ട് ചെയ്യാം? ഒരു എക്സ്പെക്ടേഷനും പാടില്ല. തുടക്കം തൊട്ട് പണിയെടുത്തോണം. ആണോ? അത് പഠിക്കാനാണെങ്കിലും ജോലി കണ്ടുപിടിക്കാനാണെങ്കിലും മാക്സിമം. എനിക്ക് ആകെ എക്സ്പീരിയൻസ് ഒരു സാധനം പറയാനാണെങ്കിൽ സത്യമായിട്ട് പറയട്ടെ, മലയാളികളെ മാത്രം പിടിച്ച് കൂട്ടാക്കരുത്, ഇന്റർനാഷണൽസിനെങ്കിലും പിടിക്കണം. കാരണം ഇവിടെ സർവൈവ് ചെയ്യാനാണെങ്കിൽ, നാട്ടിൽ തിരിച്ചു പോകാനാണെങ്കിൽ വേണ്ട. കാരണം ജർമ്മൻ പഠിച്ചു വരാൻ പാടാ. ജർമ്മൻസ് നമുക്ക് കണക്ഷനും കുറവായിരിക്കും, അവർക്കും താല്പര്യം ഉണ്ടാകത്തില്ല. ജർമ്മൻ പറയാണ്ട് അവർ നമ്മളെ സോഷ്യലൈസ് അവരുടെ ഇതിൽ പെടുത്തത്തില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇന്റർനാഷണൽ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളിപ്പോ വേറെ അടുത്താണല്ലോ വന്നേക്കുന്നത്. വേറെ കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരെയും കൂടെ കണക്ട് ചെയ്യാൻ നോക്കുക, കൊളീഗ്സോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ എവിടുന്നെങ്കിലും അവരെ ഒരു സർക്കിളിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ജർമ്മനിയിലാണ്ട് നമുക്കിപ്പോ ഇവിടെ വർക്ക് കിട്ടാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അത് മാക്സിമം ഇങ്ങോട്ട് വന്ന ആൾക്കാര് മാക്സിമം ജർമ്മൻ പഠിച്ചിട്ട് വരാനുള്ള ഇത് നോക്കാം. എന്നാലും ഇവിടെ ഇപ്പൊ ഇനി വർക്കിന് സ്കോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതെ, ബാക്കി അടുത്ത വീഡിയോയില് ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് എന്താന്ന് വെച്ചാൽ നോക്കാം. ഇത്രേ ഉള്ളൂ. മനുവിന്റെ ഒരു ഹോം ടൂർ എത്രയായിരുന്നു? റൂമിന് റെന്റ് 1100 euro. ഓക്കെ. എങ്ങനെ കണ്ടുപിടിച്ച റൂം? എങ്ങനെ ഒരു വരുന്ന സ്റ്റുഡൻസിന് റൂം കണ്ടുപിടിക്കാം? റൂമിന്റെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഈ ഒരു അപ്പാർട്ട്മെന്റ്? വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. ഇവിടുത്തെ നോർമൽ ജർമ്മൻ ആപ്പുകളൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്തും സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് കണ്ടുപിടിച്ച് ഞങ്ങളൊരു വ്യൂവിങ്ങിന് വന്നു. കേറി ഡോറ് തുറന്നു, ഈ ബാൽക്കണി കണ്ടപ്പോ തന്നെ ഇത് ഇഷ്ടപ്പെട്ടു, വേണമെന്നും പറഞ്ഞു. അപ്പൊ തന്നെ പറഞ്ഞു. So how much did you pay for the rent and how much did you pay for the advance and how much did you pay for the monthly rent? 1100 euro. Okay. Deposit 2200 euro. അത് 3 month ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടി. ഇപ്പോ ഇന്ന് റെന്റും അടുത്ത സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റും കൊടുക്കണം. കമ്മീഷൻ കൊടുക്കണ്ടായിരുന്നു? കമ്മീഷൻ ഉണ്ടായിരുന്നു. ചോദിച്ചത് 100 യൂറോയാ, പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് 50 euros കൊടുത്തു. ഈച്ച്? അല്ല, ജസ്റ്റ് ടോട്ടൽ 50 euro. ഓക്കെ. അത് നാട്ടില് നമ്മുടെ നോക്കുകൂലി എന്ന് പറയും. ഇത് നമുക്ക് ആകെ ജസ്റ്റ് വാട്സപ്പിൽ ഗ്രൂപ്പിൽ കണ്ടിട്ട് നമുക്ക് വ്യൂവിങ് ഇന്ന ഡേറ്റ് എന്ന് പറഞ്ഞു തന്നതിന് 50 euro കൊടുത്തു പോയി. അതാണ്. പക്ഷെ ഈ അപ്പാർട്ട്മെന്റ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. അപ്പൊ സൈനിങ് ഓഫ് മനു. ഈ കാറ്റ് നോക്കൂ, ആ ചെടികൾ ആടുന്ന vento suave, a brisa traz